പ്രമുഖരായ 4 മുൻ KPCC അധ്യക്ഷന്മാരെ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്ത് വില കൊടുത്തും കേരളം പിടിക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന KPCCക്ക് മുൻപിൽ ഇനി സങ്കുചിത താല്പര്യങ്ങളില്ല. ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയുള്ള കളികളെന്ന് കെ സുധാകരനും VD സതീശനും വ്യക്തമാക്കി കഴിഞ്ഞു. തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഒരു പരീക്ഷണം ഇനിയില്ല. പ്രായോഗിക തലത്തിൽ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയരായ നേതാക്കളെ മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. മൂല്യങ്ങൾ നശിച്ച് നെറികെട്ട രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ജനമനസ്സുകളിൽ തന്നെ ജീവിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ അതിൽ പ്രമുഖരാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലെങ്കിലും KPCCയുടെ അമരത്ത് ഇവർ എത്തിയത് കേരളം ഇവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയതിന് ശേഷമാണ്. ആ അംഗീകാരം ഇപ്പോഴും ജനമനസ്സുകളിൽ വലിയ സ്ഥാനമുള്ള ഈ 2 മുൻ KPCC അധ്യക്ഷന്മാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സീറ്റ് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത്. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല എങ്കിലും രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടകനായി ഉണ്ടാകും. മാത്രമല്ല ഇനി മത്സര രംഗത്ത് ഇല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും അതുവഴി പൂർണ്ണമായും സീറ്റുകൾ നഷ്ടപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുഖമായി മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് KPCC കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം. അതുപ്രകാരം മുല്ലപ്പള്ളിക്ക് കൊയിലാണ്ടിയിലോ നാദാപുരത്തോ ആണ് സീറ്റ് നൽകാൻ പോകുന്നത്. സാധ്യത കൂടുതലും നാദാപുരത്തായിരിക്കും. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ മത്സരിക്കാനാണ് സാധ്യത. നാദാപുരം മണ്ഡലത്തിൽ മുല്ലപ്പള്ളി അനായാസം വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നാട്ടുകാരും ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ LDFന്റെ കയ്യിൽ, അതായത് CPയുടെ കയ്യിലാണ് നാദാപുരത്തിന്റെ MLA സ്ഥാനമുള്ളത്. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയും ഒരു ഇടതുമണ്ഡലം പിടിച്ചെടുക്കുമെന്ന പ്രതീതി ഉണ്ടാക്കുക വഴി തൊട്ടടുത്തുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും അത് വലിയ അലയൊലികൾ ഉണ്ടാക്കും എന്നും ഉറപ്പാണ്. മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം അതുവഴി തൊട്ടടുത്തുള്ള കുറ്റിയാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, തിരുവമ്പാടി, ബാലുശ്ശേരി തുടങ്ങിയ നിലവിലെ ഇടതു സീറ്റുകളിലെല്ലാം അതൊരു തരംഗമുണ്ടാക്കാൻ UDFന് സാധിക്കും. പ്രവീൺകുമാർ, അഭിജിത്ത്, അഡ്വക്കേറ്റ് K ജയന്ത്, പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ UDFന്റെ പ്രമുഖ നേതാക്കൾ സ്ഥാനാർത്ഥികളായി എത്തുന്നതോടെ കോഴിക്കോട് ജില്ലയിലെ ഒട്ടനവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിനും UDFനും കഴിയും എന്നുറപ്പാണ്. അതാണ് മുല്ലപ്പള്ളി എന്ന ജനകീയ നേതാവിനെ KPCC ഏൽപ്പിക്കാൻ പോകുന്ന വലിയ ദൗത്യം. ഇതിന് സമാനമാണ് VM സുധീരന്റെ കാര്യത്തിലും ഉള്ളത്. കോൺഗ്രസിന് വേണ്ടി ഏതു നാട്ടിൽ പോയി പ്രവർത്തിക്കാനും സീറ്റുകൾ തിരിച്ചു പിടിക്കാനും VN സുധീരൻ ഈ വയസ്സിലും തയ്യാറാണെങ്കിലും അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്നും മാറ്റം വരുത്താൻ അനുനയിപ്പിക്കുകയാണ് KPCC ചെയ്യുന്നത് ഇപ്പോൾ. അങ്ങനെ വന്നാൽ സുധീരന്റെ പഴയ തട്ടകമായ തൃശ്ശൂരിലേക്ക് തന്നെ അദ്ദേഹത്തെ നിയോഗിക്കും. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ തൃശ്ശൂർ. സംസ്ഥാനം മൊത്തം UDF കാറ്റ് ആഞ്ഞു വീശിയിട്ടും ലോകസഭയിൽ കോൺഗ്രസ് തോറ്റുപോയത് തൃശ്ശൂരിലാണ്. അതും K മുരളീധരനാണ് അവിടെ തോറ്റുപോയത്. കരുണാകരൻ ഉറങ്ങുന്ന മണ്ണിൽ മകനെ തോൽപ്പിച്ചത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മാത്രമാണ്. അത് ഇനി പറ്റില്ലെന്നും കോൺഗ്രസിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് VM സുധീരനെ KPCC തൃശൂർ ജില്ല കയ്യിൽ വെച്ചു കൊടുക്കുന്നത്. രക്ഷിക്കണമെന്ന അപേക്ഷയുടെ മാത്രമല്ല, മത്സരിക്കണമെന്ന കാര്യത്തിലും സമ്മതിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പഴയ തട്ടകമായ മണലൂർ സീറ്റ് തന്നെ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തിൽ ഇരിക്കുന്നതാണ് തൃശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള ഏക കാരണം. VM സുധീരൻ എത്തുന്നതോടെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കെട്ടായി തൃശൂരിലെ കോൺഗ്രസ് മാറും. മാത്രമല്ല സുധീരന്റെ വരവ് ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു അനുഗ്രഹമായി മാറും. തൃശൂർ ജില്ലയിൽ അവർ ഒന്നടങ്കം സുധീരന്റെ മുന്നിൽ അണിനിരക്കുമെന്നും ഉറപ്പാണ്.
അതിനോടൊപ്പം മണലൂരിൽ അംഗം കുറിക്കാനും സുധീരൻ തയ്യാറായാൽ അതേ ആവേശം കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും തൃശൂരും ഒല്ലൂരും ഗുരുവായൂരിലും ഇരിഞ്ഞാലക്കുടയിലും അടക്കം ആ ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ആഞ്ഞടിക്കുമെന്നും ശക്തമായ പിണറായി വിരുദ്ധ തരംഗം വികാരം അത് LDFന്റെ അടിത്തറ തകർക്കുമെന്നും KPCC നടത്തിയ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്. ആകെ 13 നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശൂരിൽ ഭൂരിഭാഗവും നേടാൻ സുധീരന്റെ വരവോടും സ്ഥാനാർത്ഥിത്വത്തോടും കൂടി സാധിക്കുമെന്നതിനാൽ KPCC രണ്ടാമതൊന്നു ചിന്തിക്കാൻ സാധ്യതയില്ല. ഒപ്പം സുധീരനും എതിരു പറയില്ല എന്നൊരു ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കുമുള്ളത്. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ തിരുവനന്തപുരത്തിന്റെയും രമേശ് ചെന്നിത്തല ആലപ്പുഴയിലെയും ഇതേ തരത്തിലുള്ള ചുമതല ഏറ്റെടുക്കാനും പദ്ധതിയുണ്ട്. ഏതായാലും മുല്ലപ്പള്ളിയെയും സുധീരനെയും സ്ഥാനാർത്ഥിയാക്കുക വഴി ഒരു മണ്ഡലം മാത്രമല്ല ആ ജില്ല തന്നെ പിടിച്ചെടുക്കാമെന്ന വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് KPCC നടത്തുന്ന ഈ നീക്കം.